ഇനി ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഒരു വീഡിയോ ഇടാണ്. അപ്പോൾ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഫുൾ ക്രാഫ്റ്റ്, പിന്നെ കുഞ്ഞു കുഞ്ഞു അൺബോക്സിങ്, പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചിരുന്ന ക്രാഫ്റ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെറുതെ ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാട്ടോ, ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളാണ് കാണിച്ചു തരുന്നത്. ഞാനിങ്ങനെ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഉള്ളിൽ സ്റ്റീലും പുറത്തൊരു പ്ലാസ്റ്റിക് ഒരു സിലിക്കോൺ മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിലൊരു കറി ബോക്സ് നമുക്ക് കിട്ടും. ഇത് നല്ല ടൈറ്റ് ആണ്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നപ്പോൾ ലൂസ് ആയിപ്പോയിരുന്നു. ഓക്കെ, പിന്നെ ഒരു സ്പൂൺ, നമുക്കൊരു സ്റ്റീലിന്റെ സ്പൂണും കൂടി ഇതിലൊന്നും കിട്ടും കേട്ടോ. ഞാനതൊന്നും കൊണ്ടുപോകില്ല, വെറുതെ കിടക്കട്ടെ വിളിച്ചു. ഇത് നമുക്ക് ഈസി ആയിട്ട് തുറക്കാനും കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. ഇതിൻ്റെയും ചെറിയ സൈസുണ്ട്, അത് നമുക്ക് പിന്നെ സ്നാക്സ് കൊണ്ടുപോകാനേ പറ്റും. അത് വാങ്ങില്ല, നമുക്ക് ഇച്ചിരി കൂടി വലിപ്പമുള്ളതല്ലേ, അപ്പം അതും കൂടി വാങ്ങി. പിന്നെ അടുത്തത് ഞാൻ അടുത്ത വർഷം എന്തായാലും പെന്നാണല്ലോ ഉപയോഗിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ പെൻ തന്നെയാണ് 2 വർഷമായി പെൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഖത്തറിന്ന് വരുമ്പോൾ ഒരു ഫാബ്രിക് കാസ്റ്റലിൻ്റെ പെന്ന് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പെന്ന, സ്മൂത്ത് പെന്ന. ഇവിടെ ഇതിന് ഒന്നിന് 10 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ബ്ലൂ ഇങ്ക് ആണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ വാങ്ങി. പിന്നെ വാട്ടർ ബോട്ടിൽ ഭയങ്കര ക്യൂട്ടായി കവായി വാട്ടർ ബോട്ടിൽ ആട്ടോ. കണ്ട, നമുക്കിങ്ങനെ ലോക്കൊക്കെ ഇടാം. കണ്ട, ഇങ്ങനെ ഇട്ടാൽ പിന്നെ ഇത് തുറക്കത്തില്ല. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം. കണ്ട, ഇതിൽ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ചിട്ടോ. ബോബൻ്റെ സ്റ്റിക്കർ, പിന്നെ റാബിറ്റ്, അങ്ങനെ കുറച്ച് ബണ്ണീൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റീലും ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് സ്റ്റീലും അല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങി. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന് 226 റുപ്പീസാണ്. ഇതിൻ്റെ പേര് അൺബ്രേക്കബിൾ വാട്ടർ ബോട്ടിലാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ്. അതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ നമുക്ക് ഇത് കവർ റോളാട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കവർ റോളാണ്. ഇത് ഞാൻ നോർമൽ തന്നെ വാങ്ങിയത്. 15 റുപ്പീസാണ്. ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് സ്കൂളിൽ തന്നെ തന്നതാണ്. അതൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ തരും കേട്ടോ. പിന്നെ എന്നാൽ റോളാട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കവർ റോളാണ്. ഇത് ഞാൻ നോർമൽ തന്നെ വാങ്ങിയത്. 15 റുപ്പീസാണ്. ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് സ്കൂളിൽ തന്നെ തന്നതാണ്. അതൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ തരും കേട്ടോ. പിന്നെ എന്നാൽ ബുക്സ് ഞാൻ പറഞ്ഞുതരാം. UP നമുക്ക് നോട്ട്ബുക്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ക്ലാസ്മേറ്റ് ആട്ടോ എല്ലാം. അപ്പോൾ 3 നോർമൽ 100 പേജിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ നോട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സ്കൂളിൽ തന്നെ തരുന്നതാണ്. ഇത് 200 പേജിൻ്റെ എത്ര ഇത് ക്ലാസ്മേറ്റിൻ്റെ നോട്ടാണ്. പിന്നുള്ളത് മാത്സിന് 2 നോട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല, ഒന്നും മതി, പക്ഷെ എന്തിനാണെന്നറിയില്ല. ഇത്
രണ്ടും 200 പേജിൻ്റെയാണ്, സ്കൂളിൽ തന്നെ തന്നതാണ്. പിന്നെ ആകെ 3 ബുക്സേ തന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സ്കൂൾ ഓർക്കുമ്പോഴാണ് വരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും കേഴ്സീവും ഹിന്ദിയൊക്കെ കിട്ടാറുണ്ട്. ഇതിൻ്റെ റൈറ്റിംഗ് ആണ്, കോപ്പി ബുക്ക് എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാപ്പോഴും കിട്ടലുണ്ട്. ഇതും പ്രാവശ്യം കിട്ടി. ഇപ്പം ചെറുതാട്ടോ, കഴിഞ്ഞ വർഷം നല്ല വലുപ്പമുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ല എഴുതി പഠിക്കാനൊക്കെ ഉണ്ട്. റൈറ്റിംഗ് നന്നാക്കാനാട്ടോ. ഞാൻ സ്കൂളിൽ കേഴ്സീവാണ് എഴുതുന്നത്, അപ്പോൾ അത് ശരിയല്ലാത്തവരൊന്നും ശരിയാണ്. പിന്നെ 2 ബുക്സ് വേറെയും കിട്ടി. ഇത് എന്താ, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബുക്കാണ്, ഫിസിക്സിൽ കട്ടിയുണ്ട് കേട്ടോ. പിന്നെ GK-ൻ്റെതും കിട്ടി. GK-ൻ്റെ ടെക്സ്റ്റ് മാത്രമല്ല, നോട്ടില്ല, അപ്പം അതും കിട്ടി. പിന്നെ നെയിം സ്ലിപ്പ് ആട്ടോ, ഇത് ഞാൻ എജുപാട്ടിൽ തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പൊളിച്ചു പോയിട്ടോ. അത് എത്ര ഉണ്ടെന്ന് നോക്കാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ചു പോയി, എന്നാലും നിങ്ങൾക്ക് കാണിച്ചാൽ. നെയിം സ്ലിപ്പ് നോർമലാട്ടോ വാങ്ങിയത്, കണ്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ വെറുതെ ഒട്ടിക്കാൻ വേണ്ടി ഇച്ചിരി സ്റ്റിക്കേഴ്സും വാങ്ങി. ഇതിന് 25 റുപ്പീസാണ്. ഇതിന് 5 ഷീറ്റ്സ് ഉണ്ട്. ഇത് എജുമാർട്ടിൽ വാങ്ങിച്ചതാണ്. ഇതിൽ റോസ് തന്നെ, റോസിൻ്റെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട്, പിന്നെ കുറച്ച് ഹാർട്ടൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഇതും ഞാൻ ആ ഒരു ഭംഗിക്ക് വേണ്ടി വെറുതെ വാങ്ങിച്ചതാണ്. എനിക്കറിയില്ല അതുകൊണ്ടൊക്കെ ഉപയോഗിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ക്ലിയർ ബാഗ് വാങ്ങിയതാണ്. നമ്മുടെ എക്സാം പേപ്പറും പ്രോജക്റ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് 22 റുപ്പീസാണ്. എജുമാർട്ടിൽ നിന്ന് വാങ്ങിയാണ്. എന്താ വീണേന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അടുത്തത് ഒരു ഷാർപ്നറാണ്. ഷാർപ്നർ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഖത്തറിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമ്മുടെ എന്താ ഇങ്ങനെ വലിയ ആപ്പിളിൻ്റെ ഇതാണ്. നമുക്കിതിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആക്കാം. പിന്നെ ഇതിൻ്റെ ഡസ്റ്റ് ഇല്ലേ, അത് ഇതിൽ വെക്കാം. നല്ല രസമുണ്ട്, എനിക്ക് അതിലേക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇത് എല്ലപ്പോഴും കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് ഞാനൊരു ചെറുത് വാങ്ങി. ഇതിന് 40 റുപ്പീസാണ്. ഇത് എജുമാർട്ടിൽ വാങ്ങിയതാണ്. എല്ലാവരും എജുമാർട്ടിൽ പിന്നെ വലിയ കേട്ടോ. പിന്നെ എറേസേഴ്സ് ഞാൻ ഇപ്രാവശ്യം കുറച്ചാണ് വാങ്ങി. ഒന്ന് താഴെ പോയി. ഇതുപോലത്തെ ഒരെണ്ണം കൂടിയുണ്ട്, നെറ്റിൻ്റെ ഒരു എറേസർ. പിന്നെ അതേപോലെ തന്നെ 3 സ്മൈലി എറേസേഴ്സ്. ഇപ്രാവശ്യം കുറച്ചാണ് വാങ്ങിയില്ലേ, കൊണ്ടേ കായുണ്ട് ഉണ്ട്, കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് 2 പെൻസിലിൻ്റെ ബോക്സ്. ഇത് എനിക്ക് മാത്രമല്ല, എൻ്റെ സിബ്ലിങ്സിനും കൂടിയിട്ടുള്ളതാണ് കുറച്ചല്ലോ. അപ്പോൾ 2 ബോക്സ് ഉണ്ട്. ഒന്ന് ഡെയിലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, പിന്നെ ഒരു മേപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആട്ടോ. ഇത് കിട്ടുന്നില്ല, ഈ ഒരു ഗോൾഡും ബ്ലാക്കും ആയിട്ടുള്ള. ഇത് HB2 ആട്ടോ ഷെയ്ഡ് വന്നിട്ട്. നമുക്ക് നോർമലായിട്ട് സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. കിട്ടുന്നില്ല കേട്ടോ, ഇത് കുടുങ്ങിക്കിടക്കും. നല്ലതാണ്, എനിക്ക് ഇതിൻ്റെ ഇഷ്ടമാണ്. ഇതിന് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതും ഖത്തറിൽ നിന്ന് വരുമ്പോൾ കോട്ടക്കാലാണ് വാങ്ങിയത്. ഇത് മേപ്പിഡിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ എറേസറും ഉണ്ട് കേട്ടോ വരുന്നത്. നോർമൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഷെയ്ഡും. അടുത്തത് നോക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ഫാൻസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 ക്യൂട്ടായിട്ടുള്ള പെണ്ണ് വാങ്ങി. ഒരു ക്യാപ്സ്യൂളിൻ്റെ പെണ്ണാക്കത്. ഇതും ഇതിൻ്റെ ബ്ലൂ ഇങ്ക് ആണ് വന്നിട്ടുള്ളത്, ഈ ഒരു ഇങ്കാണ് വന്നിട്ട്. പിന്നെ മറ്റേത് ബ്ലാക്ക് ജെല്ലാണ്. ഇത് അടുത്ത എനിക്ക് ഇത് ഏതാ ക്യാരക്ടർ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അതൊക്കെ എനിക്കും കൂടി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു ഐറ്റംസ് കൂടുതൽ വാങ്ങിച്ചത് വെറുതെ വാങ്ങിയാണ്. പിന്നെ അത് കളർ നമുക്ക് എന്തായാലും എല്ലാ വർഷവും കളർ വാങ്ങേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നോർമലായിട്ട് എക്സ്ട്രാ ലോങ് എന്ന് പറയുന്ന ഡോംസിൻ്റെ പുതിയ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചു. ഇതേതാ ക്യാരക്ടർ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അതൊക്കെ എനിക്കും കൂടി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു ഐറ്റംസ് കൂടുതൽ വാങ്ങിച്ചത് വെറുതെ. പിന്നെ ഒരു കളർ നമുക്ക് എന്തായാലും എല്ലാ വർഷവും കളർ വാങ്ങേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നോർമലായിട്ട് എക്സ്ട്രാ ലോങ് എന്ന് പറയുന്ന ഡോംസിൻ്റെ പുതിയ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചു. ഇതിന് 40 റുപ്പീസാണ് കേട്ടോ. ഇത് എജുമാർട്ടിൽ പോയപ്പോൾ കണ്ടതാണ്. ഇതെല്ലാ കളേഴ്സും ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഫ്രീ ആട്ടോ, സിൽവറിൻ്റെ ഗ്ലിറ്റർ എന്ന് പറയുന്ന ഷെയ്ഡ് ഫ്രീ ആട്ടോ. അടുത്തത് ഇത് ഖത്തർ ഫെയിലിൽ കൊണ്ടുവന്നതാണ്. ഡെയിലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ കളർ ഇമോഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ 24 കളേഴ്സ് ഉണ്ട്. ഇതിന് വലിയൊരു
പക്ഷെ വെറുതെ ഒന്ന് വാങ്ങിച്ചതാണ്. ഇത് സ്ഥലമില്ലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതിലൊക്കെ ആയിട്ട് വെക്കാറ്. അതിങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ 2 ഗ്ലൂ സ്റ്റിക്സ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ സ്റ്റിക്ക് ആക്കാൻ വേണ്ടി 2 ഗ്ലൂ സ്റ്റിക്സ് ഇങ്ങനത്തെ വെക്കാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കീ ചെയിൻ ആണ്. അതിന് 150 റുപ്പീസ് ആണ്. ഇതിന്റെ നെജോ പാട്ടി തന്നെ ഫാൻസി ആയിട്ട് കണക്ക് വാങ്ങുന്നത്. ഇത് കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. വേണ്ടാതെ കണക്ക് വാങ്ങണേ. ഈ ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. എന്നാലും വേണമെങ്കിൽ പോയി വാങ്ങാം. പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് യൂപ്പിലേക്ക് ഫസ്റ്റ് ടൈം ആയി പോകുന്നുണ്ട്. എനിക്ക് അറിയില്ല വേണമെന്ന് നല്ല ചെറുത് വാങ്ങിയിട്ടുണ്ട്. നോർമലായിട്ട് എല്ലാത്തിലുള്ള പോലെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഡിവൈഡൊക്കെ തെറിച്ചു അത് ബ്രാൻഡ് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന് 125 റുപ്പീസ് ആട്ടോ. നല്ല ബ്രാൻഡൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെ അറിയാം. പിന്നെ ഇതാണ് എന്റെ പെൻസിൽ പൗച്ച് വന്നിട്ട്. ഇതൊക്കെ ഉണ്ടാവും ഭയങ്കര സ്പേസസ് ഒക്കെ ഉള്ള ഒരു യൂണിക്കോൺ തീമുള്ള പിങ്ക് കളറായിട്ടുള്ള ഒരു പൗച്ചാട്ടോ. ഇപ്രാവശ്യം പൗച്ചാക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബോക്സ് ആയിരുന്നു. പിന്നെ യൂണിക്കോണിന്റെ ഒരു കീ ചെയ്തൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ തൂക്കിയിട്ടതാണ്. പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് പെൻസിലും പെന്നൊക്കെ വെക്കാനുള്ള സെപ്പറേറ്റ് കഴിയുന്നത് എല്ലാം നോർമൽ ഒക്കെ പോലെ തന്നെയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഭയങ്കര സോഫ്റ്റ്. ഇത് നമുക്ക് മാറ്റിക്കാം. അടുത്തത് കുഞ്ഞി നോട്ടാട്ടോ. കുഞ്ഞി നമുക്ക് എങ്ങനെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ വേണ്ടി കുഞ്ഞി 2 നോട്ടാണ് ബ്ലാക്ക് ആണ്. ഓക്കെ, ബൈൻഡർ ഒക്കെ പറയുന്ന ഒരു നോട്ടാട്ടോ. ഇത് നോർമലായിട്ട് നോട്ട് ബുക്സാണ്. ഇത് ഖത്തറിന്ന് വാങ്ങിയതാണ്. എനിക്ക് റേറ്റ് അറിയില്ല. അതിന് 2 റിയാലാണ്. അപ്പോൾ 40 റുപ്പീസ് ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി നോക്കാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമുക്ക് ഡിവൈഡ് ആക്കാം പേജ്. പിന്നെ ഞാൻ ടേപ്പ് ഡിസ്പെൻസർ വെറുതെ ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ കുറേ ആയിട്ട് വാങ്ങാൻ വെച്ച് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 ടേപ്പ് ഇതിലൂടെ ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഈ ഡിസ്പെൻസർ ഉണ്ട്. ഇങ്ങനെ ഇട്ട് വെക്കാം. ഇതിന് 80 റുപ്പീസ് ആണ് കേട്ടോ. നല്ലതാണ്. നമുക്കിങ്ങനെ പിടിക്കാം. ഞാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ സ്റ്റാപ്ലേഴ്സ് ആണ്. ഇത് തീർന്നപ്പോൾ ഞാൻ ഒരു പെട്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇതേ ഉള്ളൂ എന്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാൾ. അപ്പൊ നിങ്ങളുടെ എന്തൊക്കെയാണുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടായിരിക്കില്ല എല്ലാവരും കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാം. സോ ഇത്രയുള്ള എന്റെ